നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 440th day. Today 40th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 440 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരസുഖാവഹ ഹവിഷ്യാന്യേന കർത്തവ്യോ ഹേകവാരം കദാത്തിന. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരസുഖാവഹ ഹവിഷ്യാന്യേന കർത്തവ്യോ ഹേകവാരം കദർത്തിന. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത കഥാശ്രവണം മലമൂത്രാദികളുടെ ബാധ കൂടാതെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ശ്രോതൃജനങ്ങൾ വളരെ ലഘുവായിട്ടുള്ള ആഹാരം സ്വീകരിക്കുന്നത് അവർക്ക് സുഖമായിരിക്കും, അവരുടെ ദേഹത്തിന് സുഖമായിരിക്കും എന്നാണ് പറയുന്നത്. ശരീരത്തിന് പറ്റുന്ന മാതിരി വളരെ ലഘുവായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഭക്ഷിച്ചാൽ നമുക്ക് മലമൂത്ര വിസർജനത്തിൻ്റെ ബാധ അധികം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവനവന് പറ്റുന്ന അരിയോ ചാമയോ ഏത് ധാന്യമാണോ അതുകൊണ്ടുള്ള ആഹാരം ഹവിഷ്യാന്യേന കർത്തവ്യോ ഹേകവാരം ഒരു പ്രാവശ്യം മാത്രം, ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഒരാഴ്ച കഴിക്കുന്നതായിരിക്കും നല്ലത്. അതും ഭഗവാന് നിവേദിച്ചതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എപ്പോഴും നമുക്കറിയാം നമ്മുടെ ആഹാര രീതി തെറ്റായാൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആഹാരം വളരെ ശ്രദ്ധയോടുകൂടി വളരെ കുറച്ച് കഴിച്ച് ഈ ഒരാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതുമാതിരി നാം ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാര സുഖാവഹ. സുഖപ്രദമായിട്ടുള്ള ലഘുവായിട്ടുള്ള ആഹാരം അവനവൻ എന്താണ് കഴിക്കുന്നത് അത്. ഹവിഷ്യാന്യേന കർത്തവ്യോ ഹേകവാരം കദാത്തിന. കഥ കേൾക്കുന്നവർ ഒരാഴ്ച ഇപ്രകാരം ചെയ്യണം, അതും ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം കഴിക്കുവാൻ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.